സോ യെസ്, വെൽക്കം ബാക്ക് ടു നിഷൻസ് വൈറ്റ് ബോർഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് സിംപ്ലിഫിക്കേഷൻ സെക്ഷനിലുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്. അപ്പോൾ നമ്മുടെ ബാങ്ക് എക്സാം ആയാലും ഏത് എക്സാം ആയാലും നമ്മുടെ എയിം എന്താണ്? 1 hour കൊണ്ട് 100 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടത് എന്താണ്? ടൈം കൺസപ്ഷൻ നമ്മൾ ശ്രദ്ധിക്കാനാണ് മെയിൻലി ഈ എക്സാംസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രിക്സ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദ ട്രിക്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. സിംപ്ലിഫിക്കേഷൻ പാർട്ടിൽ ഞാൻ എടുക്കുന്നത് ഇപ്പോൾ 2 ടേംസ്, ലെറ്റ് ഇറ്റ് ബി 44 and 43. അതിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, 44 സ്ക്വയർ മൈനസ് 43 സ്ക്വയർ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? മേ ബി നിങ്ങൾ 44 സ്ക്വയർ എടുത്തിട്ട് അല്ലെങ്കിൽ 44 സ്ക്വയറിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് എടുത്തിട്ട് മൈനസ് ചെയ്ത് ആൻസർ എഴുതുമായിരിക്കും. അതിൽ നിന്നും കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഡിഫറൻസ് വരുന്ന 2 ടേംസ്, ഫോർ എക്സാമ്പിൾ 44 സ്ക്വയർ മൈനസ് 43 സ്ക്വയർ, ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? 44 മൈനസ് 43 ഡിഫറൻസ് എന്താണ്? 1 ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന ടേംസിൽ ആ 2 ടേംസും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 87. അതേ ആൻസർ തന്നെയാണ് നിങ്ങൾ 44 സ്ക്വയർ മൈനസ് 43 സ്ക്വയർ ചെയ്താൽ കിട്ടുന്ന ആൻസർ. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 22 സ്ക്വയർ മൈനസ് 21 സ്ക്വയർ എന്താണ്? 22 21 കൂടെ ആഡ് ചെയ്യുക, എന്ത് കിട്ടും? 43. സോ ഇത് തന്നെയാണ് 22 സ്ക്വയർ മൈനസ് 21 സ്ക്വയർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ ഇത് കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി 3 എക്സാമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുന്നുണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓവറോൾ ഒരു ഐഡിയ കിട്ടും. ഓർക്കുക, ഈ ഒരു മെത്തേഡ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നത് 2 ടേംസിൻ്റെയും ഡിഫറൻസ് 1 ആണെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് എക്സാമ്പിളിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ ഫസ്റ്റ് വൺ, 22 സ്ക്വയർ മൈനസ് 21 സ്ക്വയർ. അപ്പോൾ ഇതിൽ ഡിഫറൻസ് വരുന്ന എത്രയാണ്? 1. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് 1 വരുന്ന എല്ലാ നമ്പേഴ്സിലും, അതിപ്പോൾ എന്തോ ആയിക്കോട്ടെ, 53 സ്ക്വയർ മൈനസ് 52 സ്ക്വയർ ഓർ 64 സ്ക്വയർ മൈനസ് 63 സ്ക്വയർ, വാട്ട് എവർ, ഡിഫറൻസ് 1 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാം. സോ ദിസ് ഈസ് എ പാർട്ട് ഓഫ് സിംപ്ലിഫിക്കേഷൻ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇങ്ങനെ പോകും. സോ ഇതിൻ്റെ ഡിഫറൻസ് 1 ആണല്ലോ, അതിൽ യാതൊരുവിധ ഡൗട്ടും ഇല്ലല്ലോ. സോ ഇതിൻ്റെ ഡിഫറൻസ് 1 ആണ്. ഇങ്ങനെ വരുന്ന ഡിജിറ്റ്സിന് ഈ 2 ഡിജിറ്റ്സും തമ്മിൽ ആഡ് ചെയ്യാം. സോ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ വാട്ട് വിൽ വി ഗെറ്റ്? 43. ഇത് തന്നെയാണ് നമ്മുടെ ആൻസർ. ഇത് തന്നെയാണ് 22 സ്ക്വയർ മൈനസ് 21 സ്ക്വയർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ. വേണമെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്യാം. അടുത്തത് 44 സ്ക്വയർ മൈനസ് 43 സ്ക്വയർ. സോ ഇതിൻ്റെ ഡിഫറൻസും 1 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 87. That's our answer. Then final one, 75 square minus 74 square. ഇതും ആഡ് ചെയ്യുക. ഡിഫറൻസ് 1 തന്നെയാണ്. So what we will get? 149. So ഡിഫറൻസ് 1 വരുന്ന ഏത് നമ്പർ സിംപ്ലിഫിക്കേഷനിൽ വരുന്ന ഏതായാലും ആ 2 ടേംസ് തമ്മിൽ ആഡ് ചെയ്യുക. അത് തന്നെയാണ് നിങ്ങളുടെ ആൻസർ. So thank you and bye.